അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് കടന്നെത്തിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. വിശ്വാസികളായ ലക്ഷക്കണക്കിന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവിന് ആരോഗ്യപരമാകുന്ന തരത്തിലുള്ള നാഥന് വേണ്ടിയിട്ടുള്ള ഇബാദത്തുകളുമായി ധന്യമാക്കപ്പെടുകയാണ് ഈ റമളാന്റെ രാപ്പകലുകൾ. ശാരീരികമായി ശരീരത്തെ ബലഹീനപ്പെടുത്തുക, അതായത് പട്ടിണിക്കിട്ടുകൊണ്ട് ശരീരത്തിന്റെ ദുർമോദസ്സുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആത്മാവിന് നല്ല ഗുണങ്ങളും നല്ല പ്രവൃത്തികളും നിരത്തി നല്ല ബോധമുള്ള മനുഷ്യത്വമുള്ള ഹൃദയത്തോടെ നല്ലൊരു മനുഷ്യനായി മാറുക. ഇതാണ് നോമ്പ് കൊണ്ടുള്ള ഒരു ലക്ഷ്യം. അതിന്റെ പാരമ്യതയിലെത്തുമ്പോൾ, അതായത് ഈ ഓരോ ലക്ഷ്യത്തോടെയുള്ള ഓരോ ദിവസവും നീക്കി നീക്കി അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ നോമ്പ് 30 പൂർത്തിയാകുമ്പോൾ ഈ മനുഷ്യൻ നാഥനായ യജമാനനായ അള്ളാഹുവിന്റെ നല്ലൊരു അടിമയായി തീരുക. അവിടെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അടിമയ്ക്ക് സ്വർഗമാകുന്ന പ്രതിഫലവും അതിനപ്പുറം അള്ളാനെ കാണുക എന്ന മഹാഭാഗ്യവും നൽകുന്നത്. ആ അടിമത്വത്തിലേക്ക് ഈ മനുഷ്യൻ ഉയരുമ്പോഴാണ്. അതിനാണ് പരിശുദ്ധമായ റമളാൻ. അത് 3 പത്തുകളായിട്ടാണ്. അതിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, അഥവാ പടച്ച തമ്പുരാന്റെ കാരുണ്യം നൽകപ്പെടുന്ന 10. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10, അഥവാ പടച്ച റബ്ബ് പാപം പൊറുത്തു നൽകുന്ന 10. മൂന്നാമത്തെ 10 ഇത്ഖും മിനന്നാർ, അഥവാ പടച്ച റബ്ബിൽ നിന്ന് നരകമോചനം കിട്ടുന്ന 10. എന്തിനാണ് ഇങ്ങനെ 3 10ആക്കി പരിശുദ്ധ ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് ഈ നോമ്പിനെ വിഭാഗീയമാക്കിയത് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം സ്വർഗം നേടുക എന്നതാണ്. ആ സ്വർഗം നേടാനുള്ള അധ്വാനത്തിന് വേണ്ടിയാണ് അവനെ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ളത്. സ്വർഗം ഒരാൾക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും പ്രഥമമായി പ്രമുഖമായി 3 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതിലൊന്ന് യജമാനനായ റബ്ബിന്റെ കരുണയാണ്. അതാണ് ആദ്യത്തെ 10 നൽകുന്നത്. 2 റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്താണ്, പാപം പൊറുക്കൽ. അതാണ് രണ്ടാമത്തെ 10 കിട്ടുന്നത്. മൂന്നാമത് നരകത്തിന്റെ മോചനവും കൂടി കിട്ടിയാലേ സ്വർഗത്തിലെത്തൂ. അതാണ് അവസാനത്തെ 10 നൽകുന്നത്. അപ്പോ സ്വർഗം ഒരു അടിമയ്ക്ക് നൽകുക, അതാണ് അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട റമളാന്റെ ഒരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ മനുഷ്യൻ അറിയണം, അവന്റെ അയൽവക്കത്ത് താമസിക്കുന്ന മനുഷ്യൻ, അവിടെ മതം നോക്കണ്ട, അവിടെ ജാതി നോക്കണ്ട, അവിടെ വർഗം നോക്കണ്ട, അവിടെ വർണ്ണം നോക്കണ്ട, ഒന്നും നോക്കണ്ട. അവൻ ദാരിദ്ര്യത്തിൽ കിടക്കുമ്പോൾ അവന്റെ പട്ടിണി എങ്ങനെയാണെന്ന് ഇപ്പുറത്ത് താമസിക്കുന്ന സമ്പന്നൻ അറിയണം. അപ്പുറത്ത് താമസിക്കുന്ന അശരണരും നിരാലംബരും രോഗികളും അനാഥരുമൊക്കെ അവര് ഭക്ഷണമില്ലാതെ ദരിദ്രരായി വിശന്ന് കഴിയുമ്പോൾ അവരനുഭവിക്കുന്ന വിശപ്പിന്റെ ആധിക്യം എത്രയാണെന്ന് ഇപ്പുറത്തുള്ള സമ്പന്നൻ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ നോമ്പിനെ അള്ളാഹു എല്ലാവരുടെ മേലും നിയമമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായ 10 ദിവസത്തിലൂടെ വിശ്വാസികൾ രാപ്പകലുകളുടെ വൈജാത്യമില്ലാതെ പകൽ സമയത്ത് നോമ്പ്, രാത്രികാലങ്ങളിലെ തറാവീഹ് അടക്കമുള്ള നിസ്കാരങ്ങൾ, അതിനപ്പുറം രാത്രിയുടെ യാമങ്ങൾ കഴിഞ്ഞു കടക്കുമ്പോൾ തഹജ്ജുദ് എന്ന രാത്രി നിസ്കാരം, അങ്ങനെയുള്ള ഈ സൽക്കർമ്മങ്ങൾ, പിന്നെ ഇതിനിടയിൽ ഉറക്കമൊഴിഞ്ഞുള്ള ഖുർആൻ ഓതലുകൾ, ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളും അതേപോലെ തന്നെ പരോപകാരുണ്യങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ രോഗികൾ, അശരണർ, നിരാലംബർ ഇങ്ങനെയുള്ളവരെയൊക്കെ തങ്ങളെ സമ്പത്തിന്റെ ഒരു വിഹിതം കൊണ്ട് സഹായിക്കുന്നതിലൂടെ ഈ 10ലൂടെ ഓരോ മുസ്ലിമും ലക്ഷ്യമിടുന്നത് യജമാനനായ റബ്ബിന്റെ വിലമതിക്കാനാകാത്ത ആർദ്രതയാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് മുസ്ലിമീങ്ങൾ എപ്പോഴും നിസ്കാരത്തിന് ശേഷവും അല്ലാതെയും അവരെ കൈകൾ ഉയർത്തി ഒറ്റയ്ക്കും കൂട്ടമായും അവര് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ റഹംനി യാ റഹമർ റാഹിമീൻ, എന്നെ കൈവിടല്ലേ പടച്ചവനെ, നിന്റെ കരുണയും നിന്റെ സ്നേഹവും നിന്റെ ഔദാര്യം കൊണ്ട് എന്നിൽ തരയണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ ആ ഒരു കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, ആ ഒരു അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അള്ളാഹു എല്ലാവർക്കും ആ കാരുണ്യം നൽകുമാറാകട്ടെ. ഈ ശബ്ദം ശ്രവിക്കുന്ന ഇതിന്റെ പ്രേക്ഷകരായ എല്ലാ സഹോദരങ്ങൾക്കും ഈ പരിശുദ്ധ റമളാന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.